ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് വളരെ ഈസി ആയിട്ട് ഒരു 10 മിനിറ്റ് കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഡെസേർട്ടിൻ്റെ റെസിപ്പിയാണ്. ഇപ്പോൾ നമുക്ക് നോമ്പ് കാലവും അതുപോലെ തന്നെ ചൂട് സമയമൊക്കെയാണ്. ഈ സമയത്ത് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഇത് സാഗോയും അതുപോലെ തന്നെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. അപ്പോൾ നമുക്ക് ഈ ഡെസേർട്ട് ഉണ്ടാക്കാൻ തുടങ്ങാം. ഡെസേർട്ട് ഉണ്ടാക്കാനുള്ള സാഗോ അഥവാ ചവ്വരിയാണിത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് പേൾ സാഗോയാണ്. സാഗോ നമുക്ക് പല വെറൈറ്റിയിലും പല സൈസിലുള്ളത് വാങ്ങാൻ കിട്ടും. ഞാനിത് സാഗോ കഴുകിയതിന് ശേഷം ഒരു 15 മിനിറ്റ് കുറച്ച് വെള്ളം ഒഴിച്ച് കുതിരാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്ന പേൾ സാഗോ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും. ഇവിടെ എടുത്തിരിക്കുന്നത് 6 ടേബിൾ സ്പൂൺ സാഗോയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡെസേർട്ട് കുറച്ചുകൂടി തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ 8 ടേബിൾ സ്പൂൺ സാഗോ വരെ നമുക്ക് എടുക്കാം. 15 മിനിറ്റ് കുതിർത്ത് വെച്ച സാഗോ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഞാനിവിടെ ഒരു പാനിൽ എന്നിട്ട് 4 കപ്പ് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന സാഗോ ഇട്ട് കൊടുക്കാം. സാഗോ ഇട്ടതിന് ശേഷം സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. കുതിർത്ത് വെച്ചിട്ട് കുക്ക് ചെയ്യുന്നതുകൊണ്ട് ഇത് നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും. ഇപ്പോൾ ചവര് വേവിക്കാൻ വെച്ചിട്ട് നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. നമുക്കിത് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ സാഗോ വെന്ത് പാകമായി വന്നിട്ടുണ്ട്. നമ്മൾ കയ്യിലെടുത്ത് അമർത്തി നോക്കുമ്പോഴത്തേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് വരണം. അതാണ് പാകം. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. കുക്ക് ചെയ്തെടുത്ത സാഗോ നമുക്ക് ഒരു അരിപ്പ പാത്രത്തിലൂടെ അരിച്ച് അതിൻ്റെ വെള്ളമെല്ലാം കളഞ്ഞെടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് കഴുകിയെടുക്കണം. ഇങ്ങനെ തണുത്ത വെള്ളത്തിൽ നമ്മൾ കഴുകിയെടുക്കുമ്പോഴത്തേക്കും സാഗോയുടെ പശപ്പ് പോവുകയും ഡെസേർട്ടിലേക്ക് ഇടുമ്പോഴത്തേക്കും ഒന്നിലൊന്നും ഒട്ടിപ്പിടിക്കാതെ നല്ല മണിമണിയായിട്ട് കിടക്കും. ഇത് നല്ലൊരു വെള്ളമൊക്കെ പോയി വരാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഡെസേർട്ട് ഉണ്ടാക്കാൻ ആവശ്യമായ പാലൊന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 ലിറ്റർ പാലാണ്. ഇപ്പോൾ പാല് നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഇപ്പോൾ പാല് നല്ലതുപോലെ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി സ്റ്റവ് ലോ ഫ്ലെയിമിലേക്ക് വെച്ചതിന് ശേഷം ഇതിലേക്ക് 1/4 കപ്പ് മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുക്കാം. മിൽക്ക് മെയ്ഡ് ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം. എസൻസ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് മധുരം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം ഇത് നന്നായിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കണം. നല്ലതുപോലെ തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് ഒരു 10-15 മിനിറ്റ് ഒന്ന് നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം. ഇത് നമുക്ക് ഡെസേർട്ടിൽ ചേർക്കാനുള്ള കറുത്ത കസ്കസ് അഥവാ സബ്ജ സീഡാണ്. ഇതൊന്ന് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു 15 മിനിറ്റ് വെള്ളമൊഴിച്ച് കുതിർത്ത് വെക്കണം. 15 മിനിറ്റ് കുതിർത്തെടുത്ത കസ്കസ് അതിൽ വെള്ളമെല്ലാം കളഞ്ഞതിന് ശേഷം ഒന്ന് അരിച്ചെടുക്കണം. പാല് ഞാനൊരു 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന സാഗോ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന കസ്കസും കൂടെ ചേർത്ത് കൊടുക്കാം. രണ്ടും ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. റെഡിയായ പാൽ സാഗോ മിക്സ് ഞാനിവിടെ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഫ്രൂട്ട്സ് ഒക്കെ ഇട്ട് മിക്സ് ചെയ്യാം. ഫ്രൂട്ട്സ് എല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിതിലേക്ക് ചേർത്തിരിക്കുന്നത് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ആപ്പിള്, 2 കളറിലെ ഗ്രേപ്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ബനാന ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നട്ട്സും കൂടി ചേർക്കുന്നുണ്ട്. നല്ല പഴുത്ത മാങ്ങയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പം എൻ്റെ കയ്യിൽ മാങ്ങ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചേർക്കാതിരുന്നത്. നമുക്ക് കയ്യിലുള്ള ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അതുപോലെ നട്ട്സൊക്കെ ആണെങ്കിൽ അതൊന്നും ചോപ്പ് ചെയ്തിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റിയും നല്ല ഹെൽത്തിയുമായ നമ്മുടെ സാഗോ ഫ്രൂട്ട് ഡെസേർട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് കുറച്ച് ലൂസാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ ഡ്രിങ്ക് ആയിട്ടും അല്ലെങ്കിൽ ഡെസേർട്ടായിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്.